ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയുടെ ഇന്നത്തെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പറാണ് 2023-24. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. വായിക്കാം എഴുതാം. കുറച്ച് ടഫായിട്ടുള്ള ഒരു പാരഗ്രാഫാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇത് വായിച്ചിട്ട് ഒരു 5 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് തന്നതെന്ന് നോക്കാം. തൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിച്ച് നേഹ എഴുതുന്ന അക്ഷരക്കൂട്ടങ്ങൾക്ക് ആകാശത്തോളം വലിപ്പമാണ്. ശാരീരിക പരിമിതികൾക്കിടയിലും തൻ്റെ 3ാമത്തെ കവിതാ സമാഹാരം പുറത്തിറക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് അവൾ. എല്ലുകൾ ശോഷിച്ച് പൊടിയുന്ന ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗം ചെറുപ്പത്തിൽ തന്നെ നേഹയുടെ ജീവിതത്തിൽ വില്ലനായി എത്തി. പിന്നീട് അതിജീവനത്തിൻ്റെ നാളുകളായിരുന്നു. ഇതിനിടയിൽ രോഗം നേഹയെ വീൽചെയറിലാക്കി. കാഴ്ചയും മങ്ങിത്തുടങ്ങി. ജീവിതം വീടിനുള്ളിലായി തുടങ്ങിയപ്പോൾ പതിയെ അവൾ അക്ഷരങ്ങളോടും പുസ്തകങ്ങളോടും കൂട്ടുകൂടാൻ തുടങ്ങി. വെറുതെ ഇരിക്കുമ്പോൾ ഓരോന്ന് കുത്തിക്കുറിച്ചു. കുട്ടി കവിതകളായിരുന്നു തുടക്കത്തിൽ. ബ്രെയിൽ ലിപിയിൽ നേഹ എഴുതിയവ പകർത്തി എഴുതുന്നത് അമ്മയാണ്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യ കവിതാ സമാഹാരം സ്നേഹാമൃതം പുറത്തിറക്കി. പുതിയ രചനയായ നേഹായനം 40 കവിതകളുടെ സമാഹാരമാണ്. പ്രകാശന ചടങ്ങിൽ നേഹയെ ഇഷ്ടപ്പെടുന്ന വൻ ജനാവലിയാണ് സാക്ഷിയായി എത്തിയത്. ഈ ഒരു പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, നോക്കാം. തന്നിരിക്കുന്ന പത്രവാർത്ത വായിച്ചല്ലോ. ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ. നേഹയെ ബാധിച്ച അസുഖം എന്താണ്? കറക്റ്റ് അതിൽ പറയുന്നുണ്ട് അല്ലേ. ഓസ്റ്റിയോപൊറോസിസ് എന്ന അസുഖമാണെന്ന് ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ നോക്കി അവിടേക്കൊന്ന് എഴുതിയാൽ മാത്രം മതി. ബ്രെയിൽ ലിപിയിൽ നേഹ എഴുതിയവ പകർത്തി എഴുതുന്നത് ആരാണ്? അമ്മയാണ്. മാതൃക പോലെ മാറ്റി എഴുതുക. എത്തിത്തുടങ്ങി, എത്തി അധികം തുടങ്ങി, മങ്ങിത്തുടങ്ങി. വളരെ എളുപ്പമാണ്. മങ്ങി അധികം തുടങ്ങി. നേഹയുടെ പുസ്തക പ്രകാശന ചടങ്ങിൽ വലിയ ആൾക്കൂട്ടം എത്തി എന്ന് സൂചിപ്പിക്കുന്ന വാക്യം ഏത്? അത് അവസാനത്തെ ആ ഒരു വാക്യമാണ്. വൻ ജനാവലി തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത്. നേഹയുടെ പുതിയ പുസ്തകത്തിൻ്റെ പേര് എഴുതും. നേഹായനം എന്നാണ് പുതിയ പുസ്തകത്തിൻ്റെ പേര്. ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതുകൊണ്ട് എളുപ്പമായിട്ട് ആ പാരഗ്രാഫ് നോക്കി എഴുതാൻ പറ്റും. രണ്ടാമത്തത് വിവരണം തയ്യാറാക്കാം. ഹായ്, എന്താണ് കാണുന്നത്? അവസാനം എൻ്റെ തോട്ടം പൂത്തല്ലോ. പൂന്തോപ്പിൻ്റെ ഉടമ അവിടേക്ക് ഓടി. കാഴ്ചകൾ കണ്ട് അയാൾ തുള്ളിച്ചാടി. എന്തായിരിക്കും അയാൾ കണ്ടിട്ടുണ്ടാവുക? അപ്പോൾ ഒരു പൂന്തോട്ടം മനസ്സിൽ കാണുക. ആ പൂന്തോട്ടം നിങ്ങൾ എന്താ പറയുക, നമ്മൾ മനസ്സ് കണ്ടിട്ട് നമ്മൾ നേരിട്ട് കാണുന്ന ഒരു അനുഭൂതി നമുക്കത് വായിക്കുമ്പോൾ കിട്ടണം. പൂത്ത് നിൽക്കുന്ന മരങ്ങൾ, നിറയെ വർണ്ണപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ചെടികൾ, പൂക്കളിൽ തേൻ നുകരാൻ എത്തുന്ന വർണ്ണപ്പൂമ്പാറ്റകൾ, പാറിക്കളിക്കുന്ന പക്ഷികൾ, അങ്ങനെ തുടങ്ങിയിട്ട് വിവരിച്ചിട്ട് ഒരു 6 സെൻറ്റൻസ് നമ്മൾ ഈ ഒരു പൂന്തോട്ടത്തെക്കുറിച്ച് എഴുതണം. പ്രവർത്തനം 3, അറിയിപ്പ് തയ്യാറാക്കാം. ഭാഷാ ക്ലബിൻ്റെ നേതൃത്വത്തിൽ സ്കൂളിൽ കാവ്യോത്സവം സംഘടിപ്പിക്കുന്നു. ഈ വിവരം സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും അറിയിക്കാനായി സ്കൂൾ അസംബ്ലിയിൽ അവതരിപ്പിക്കാൻ ഒരു അറിയിപ്പ് തയ്യാറാക്കുക. അറിയിപ്പ് എന്ന് പറയുന്നത് നോട്ടീസാണ്. നോട്ടീസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അറിയിപ്പ് എങ്ങനെയാണ്? പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ സ്കൂളിൽ ഇന്ന ഡേറ്റിന് ഒരു ഡേറ്റ് വെക്കുക. കാവ്യോത്സവം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മുഴുവൻ കുട്ടികളുടെയും കാവ്യോത്സവം എന്ന് പറയുമ്പോൾ രചനകളും സൃഷ്ടികളും ഒക്കെ അതിലേക്ക് ക്ഷണിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നോട്ടീസ്, ഒരു അറിയിപ്പ് തയ്യാറാക്കുകയാണ് വേണ്ടത്. അടുത്തത് വരികൾ കൂട്ടിച്ചേർക്കാം. ഈ ഒരു കവിതയ്ക്ക് വരികൾ കൂട്ടിച്ചേർക്കണം. ഒരു ഹെഡിങ്ങും കൊടുക്കണം. പൂവിൽ നിന്നും പൂന്തേൻ നുകരും വർണ്ണപ്പൂമ്പാറ്റയെ നുണഞ്ഞു നോക്കാൻ പൂന്തേൻ ഇത്തിരി വിളമ്പി നൽകാമോ? ഇനി മാമ്പഴത്തിൽ നിന്നും തേൻ നുകരും അണ്ണാൻ കുഞ്ഞെ നുണഞ്ഞു നോക്കാൻ മാമ്പഴം ഇത്തിരി വിളമ്പി നൽകാമോ? അങ്ങനെ ഓരോന്നും. ഇനി പൂവിൽ നിന്നും പൂന്തേൻ നുകരും, തേനീച്ചനെ വെച്ചിട്ട് എഴുതാം. നുണഞ്ഞു നോക്കാൻ പൂന്തേൻ ഇത്തിരി വിളമ്പി നൽകാമോ, തേനീച്ചനെ വെച്ചിട്ട് എഴുതാം. മാമ്പഴത്തിൽ അണ്ണാൻ എഴുതാം, കിളിനെ വെച്ചിട്ട് എഴുതാം. മാമ്പഴത്തിൽ തത്തിക്കളിക്കും തത്തപ്പൊന്നെ, തത്തമ്മേ എന്ന് പറഞ്ഞിട്ട് തത്തനെ വെച്ചിട്ട് എഴുതാം. അപ്പോൾ ഇത് വരികൾ മാറ്റി കൊടുത്താൽ മാത്രം മതി. ഒരു ഹെഡിങ്ങും കൊടുക്കുക.
അടുത്തത് 5-ാമത്തെ പ്രവർത്തനം സംഭാഷണം എഴുതാം. ആട്ടിൻകുട്ടികളോട് പോലും ദയ കാണിച്ച ബുദ്ധൻ്റെ കഥകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? മരക്കൊമ്പിലിരിക്കുന്ന തത്തയെ കല്ലെറിഞ്ഞ് ഉപദ്രവിക്കുന്ന ഒരു കുട്ടിയെ ബുദ്ധൻ കണ്ടുമുട്ടി. അവർ തമ്മിൽ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടാകും? സംഭാഷണം പൂർത്തിയാക്കൂ. ബുദ്ധൻ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? കുട്ടി, നീ എന്താണ് ചെയ്യുന്നത്? കുട്ടി, ഞാൻ മരക്കൊമ്പിലിരിക്കുന്ന തത്തയെ കല്ലെറിയുകയാണ്. ബുദ്ധൻ, എന്തിനാണ് നീ ആ തത്തക്കുഞ്ഞിനെ ഉപദ്രവിക്കുന്നത്? കുട്ടി, എനിക്കതിനെ പിടിക്കാനാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, വെറുതെ രസത്തിനാണ്, അത് കരയുന്നത് കേൾക്കാൻ നല്ല രസമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ബുദ്ധൻ എന്ത് പറയും? നിനക്ക് വേദനിക്കുന്ന പോലെ തന്നെ ആ തത്തക്കുഞ്ഞിനും വേദനിക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. അവസാനത്തെ പ്രവർത്തനം ജീവചരിത്രക്കുറിപ്പാണ്. കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കൂ. ഇപ്പം കുഞ്ഞുണ്ണി മാഷ് എന്ന് ഹെഡിങ് കൊടുക്കുക. ആദ്യം ജനിച്ചതാണ് എഴുതേണ്ടത്. 1927 മെയ് 10 തൃശ്ശൂരിലെ വലപ്പാടിലാണ് കുഞ്ഞുണ്ണി മാഷ് ജനിച്ചത്. അമ്മ നാരായണി അമ്മയും പിതാവ് നീലകണ്ഠൻ മൂസത്തുമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിക്കവിതകളുടെ പ്രസിദ്ധനാണ് കുഞ്ഞുണ്ണി മാഷ്. അധ്യാപകനായ കുഞ്ഞുണ്ണി മാഷിൻ്റെ ആത്മകഥയാണ് എന്നിലൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അവസാനം മരണം എഴുതി അവസാനിപ്പിക്കാം. അപ്പോൾ കുറച്ച് ടഫാണ്, നല്ലോണം എഴുതാനുണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഒരുപാട് പ്രാക്ടീസൊക്കെ ചെയ്തത് കൊണ്ട് തന്നെ മദർ തെരേസേൻ്റെ ജീവചരിത്രക്കുറിപ്പൊക്കെ നമ്മൾ എഴുതിയതാണ്. അപ്പോൾ എല്ലാവർക്കും എഴുതാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.